അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു രാഷ്ട്രം അമേരിക്കയോട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്, ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. പല രാഷ്ട്രങ്ങളിലും സൈനികമായി അമേരിക്ക ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം അമേരിക്കക്ക് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇറാന്റെ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗം അല്ലെങ്കിൽ അതിന്റെ ഒരു വക്താവ് ഇബ്രാഹിം റദായി നടത്തുന്ന ഒരു പ്രസ്താവന അമേരിക്കയോട് പറയുന്നത്, അൽ വഖ്തു യംദി വഹുവ ലൈസ ഫീ സ്വാലിഹിൽ അംരീകിയൻ, അമേരിക്കക്ക് ഗുണകരമല്ലാത്ത സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കക്ക് ഏറ്റവും നല്ല കാര്യം അൽ ഇസ്തിസ്ലാം, കീഴടങ്ങുകയാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് താഴോട്ട് പോവുക. ഇതെല്ലാം പിടിച്ചു നിന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് കരുതി പിടിച്ചു നിൽക്കാതിരിക്കുക, താഴോട്ട് വരിക. പുതിയ പ്രവിശ്യയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ, ഹോർമുസ് കടലെടുക്ക് ഇപ്പോൾ ഞങ്ങളുടെ അധീനതയിലാണ്, ഇനി ഞങ്ങളുടെ പെർമിറ്റോടുകൂടെ കപ്പൽ പോവുകയുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ അമേരിക്ക കീഴ്പ്പെടുക അല്ലെങ്കിൽ ഒന്നുകൂടെ താഴോട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അത് നാം ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം ഒരു റൗണ്ട് കഴിഞ്ഞ ഈ ഘട്ടത്തിലാണ് ഇറാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ യുദ്ധത്തിൽ ഇങ്ങനെ അമേരിക്കയോട് കീഴടങ്ങണം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിൽ ലോകത്തിന് മുന്നിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ആയുധം, ഒരു സ്ട്രാറ്റജിക്കൽ വെപ്പൺ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഏറ്റവും പുതിയതായി അവതരിപ്പിച്ച യുദ്ധ സംവിധാനങ്ങളെയെല്ലാം ഇറാന് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെയോടെല്ലാം തിരിച്ചടിക്കാൻ ഇറാന് സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുന്ന വിഷയം. എന്നാൽ ഇതിൽ നിന്ന് കരകയറാൻ അമേരിക്കക്ക് ഇപ്പോൾ മറ്റു വഴികളില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അമേരിക്ക തകരും എന്നതാണ് പറഞ്ഞതിന് അർത്ഥം. അതുകൊണ്ട് കീഴടങ്ങുക എന്ന ഒരു വ്യക്തമായ സന്ദേശം ട്രംപിന് നൽകുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ട്രംപ് സഹിക്കുക? അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾ എങ്ങനെ ഇത് സഹിക്കും? ഇസ്രയേലിന്റെ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രസ്താവന എങ്ങനെ കേട്ടിരിക്കും എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും അപമാനത്തിന്റെ വലിയ ഭാണ്ഡം പേറിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മുന്നോട്ട് പോകുന്നത്. നെതന്യാഹുവിന്റെ വാക്ക് കേട്ട് അമേരിക്കയെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ച ട്രംപ് തന്നെയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.